എല്ലാ കൂട്ടുകാർക്കും ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ വിഷയത്തിന് ദാരിദ്ര്യമൊന്നുമില്ല. സംസാരിക്കാൻ ഓരോ ദിവസവും വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സാധാരണക്കാരുടെ അത്താണിയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളിലും. അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ ചെന്നാൽ ഹോസ്പിറ്റൽ ഇടിഞ്ഞു വീണ് മരിക്കുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതായത് ഗാസയിൽ പട്ടിണി കിടന്ന് എല്ലും കോലുമായി നിൽക്കുന്ന ജനങ്ങളെ നേരെ സൗജന്യ ഭക്ഷണത്തിന് നിൽക്കുന്ന ജനങ്ങളെ നേരെ ഇസ്രയേൽ വെടിവെച്ച് കൊല്ലുന്ന പോലായി ഇവിടുത്തെ ചികിത്സാ രംഗം. മുഖ്യമന്ത്രി പറയുന്നു ലോക നിലവാരത്തിലുള്ള ഹോസ്പിറ്റലാണ് തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലെന്ന്. പിന്നെ മുഖ്യമന്ത്രി എന്തിനാ വിദേശത്ത് ചികിത്സയ്ക്ക് പോയത്? ആ നിലവാരമാണെങ്കിൽ ഇവിടെ ചികിത്സിച്ച് മാതൃക കാണിച്ചു കൊടുക്കണ്ടേ? ഞങ്ങളുടെ നാട്ടിൽ വേരുകളുള്ള ഒരു ഡോക്ടറാണ് ഹാരിസ് ചിറയ്ക്കൽ. പുള്ളിക്ക് അവസാനം നിവൃത്തിയില്ലാതാണ് പുള്ളി അവസാനം അത് പറഞ്ഞത്. ഓരോരുത്തരും അവസാനം ആശ്രയിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലാണ്. പണമില്ലാത്തവൻ ഇവിടെ ജീവിക്കണ്ടേ? അവസാനം നിവൃത്തി കൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷണ നടപടി കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമാണ് നിൽക്കുന്നത്. ഓരോ ഡോക്ടർമാരും മാസം എത്ര ലക്ഷം രൂപ കൈക്കൂലിയും മറ്റ് സ്വകാര്യ ലാബുകളിൽ നിന്നും മറ്റും പ്രൈവറ്റ് പ്രാക്ടീസുകളിൽ നിന്നും ഉണ്ടാക്കുന്നു എന്നറിയാം. ഇതൊക്കെ എങ്ങനെ തിന്നു തീർക്കാനാണ്? ഇതെല്ലാം അവസാനം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഇവർ പോകേണ്ട വരും. അതാണ് എൻ്റെ അവസാനത്തെ സ്ഥിതി. ഈ ഡോക്ടർ ഒരു പൈസയും കൈക്കൂലി വാങ്ങിക്കാതെ ബൈക്കിലും ബസ്സിലും ഒക്കെ വന്ന് ജനങ്ങളെ ചികിത്സിക്കുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധത അതുകൊണ്ടാണ്. അപ്പം ഈ രംഗമെല്ലാം അഴിമതിയിൽ മൂടിയിരിക്കുന്നു. മൊത്തവും അഴിമതി ആയിരിക്കുന്നു. ഒരു ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ അഴിമതിയൊന്നും മാറാൻ പോകുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈ അഴിമതികൾ മാറാൻ പോകുന്നുള്ളൂ. ചാനലുകളിപ്പോൾ ഇന്ന് മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ പോയി എല്ലാ ഭാഗവും ചിത്രീകരിക്കുന്നുള്ളൂ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് ചാനലുകൾ അതിൻ്റെ പുറകെ പോകുന്നത്. ചാനലുകൾ ആവശ്യമില്ലാതെ ഓരോരുത്തരെ പുറകെ കിടന്ന് സുരേഷ് ഗോപിയുടെ മോഹൻലാലിൻ്റെയൊക്കെ പുറകെ കിടന്ന് ഓരോ രംഗങ്ങൾ ചിത്രീകരിക്കാൻ നടക്കുന്ന ഭേദം ഇതുപോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതുപോലെ എവിടെയൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അവരെ ലേഖകന്മാർക്ക് പോയി ആദ്യമേ ഇത് കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചൂടെ? ഒരു സംഭവം ഉണ്ടായതിന് ശേഷം അതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് രായും പകലും കിടന്ന് അതിൻ്റെ പുറമേ നടക്കുന്നതിനേക്കായി ഭേദം ഇതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ അഴിമതി ഉണ്ട് എന്നും ഒരു സുപ്രഭാതത്തിൽ ഈ അഴിമതിയൊന്നും നമുക്ക് തുടച്ചു നീക്കാൻ ഇനി പറ്റില്ല. പതുക്കെ ഭരണരംഗം അതിന് കാര്യക്ഷമമായ രീതിയിൽ എല്ലാ ഭാഗത്തും ശ്രദ്ധ ചെലുത്തിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ അഴിമതി മാറുകയുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഇവിടുത്തെ അഴിമതി മാറ്റി ഇവിടെ അങ്ങ് ക്ലീനാക്കി കളയാമെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ മെഡിക്കൽ രംഗം മാത്രമാണ്. എല്ലാ രംഗത്തും വ്യാപകമായ അഴിമതി അല്ലേ നടക്കുന്നത്? മനുഷ്യൻ പണത്തിന് വേണ്ടി ആർത്തി പിടിച്ച് അഴിമതി നടത്തുമല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി ഇല്ലാത്തവൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ജോലി ഒരു നിവൃത്തിയില്ലാതെ നിത്യം കിട്ടുന്ന കാശിന് കഷ്ടിച്ച് ജീവിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവരെല്ലാം ദിവസവും ഇത് കാണുകയില്ലേ? അപ്പം സാധാരണക്കാരൻ്റെ അവസാനത്തെ ആശ്രയമായി ചെല്ലുന്ന ഹോസ്പിറ്റലുകളിലും എല്ലാം ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കെടുകാര്യസ്ഥ തന്നെ. നമ്മൾ അത് ഭരണം നല്ലതാണോ മോശമാണോ എന്നൊക്കെ അത് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളാണ് ഇനി അത് തീരുമാനിക്കേണ്ടത്. പക്ഷേ എല്ലാ വകുപ്പിലും ഓരോ മന്ത്രിക്കും 10-35 സ്റ്റാഫും ജനങ്ങൾ കരം കൊടുക്കുന്ന പണം അവരുടെ സർവ്വസന്നാഹത്തിനും വിനിയോഗിച്ചാണ് ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്. അവർക്കിത് ശ്രദ്ധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. സാധാരണക്കാരനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് കൊല്ലുന്നത് ഭേദം ഇതാണ് ഭംഗി. ഗുഡ് ബൈ.